അഞ്ചാം ഹീറ്റ്സ് വളരെ മനോഹരമായി കടന്നുപോയി. നമ്മുടെ പ്രിയപ്പെട്ട അതോടൊപ്പം തന്നെ ലീഡിംഗ് ക്യാപ്റ്റൻ കഴിഞ്ഞ പ്രാവശ്യം വില്ലേജ് ബോട്ട് ക്ലബിലെ വിയ്യപുരം ചുണ്ടനിലൂടെ നെഹ്റു ട്രോഫി നേടിക്കൊടുത്ത ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ബൈജു കുട്ടനാട്, ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നീലടം ചുണ്ടൻ വളരെ മുന്നേറ്റം കുറിച്ചുകൊണ്ട് അഞ്ചാം ഹീറ്റ്സിൽ കടന്നുപോയി. തൊട്ട് പിന്നാലെയായി മറ്റു വള്ളങ്ങളും കടന്നുപോയെങ്കിൽ ആറാം ഹീറ്റ്സ് മത്സരം ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒന്നാം ട്രക്കിൽ വള്ളമില്ല, രണ്ടാം ട്രക്കിൽ കരുവാറ്റ ചുണ്ടൻ, മൂന്നാം ട്രക്കിൽ ആലപ്പാട് ചുണ്ടൻ, നാലാം ട്രക്കിൽ ആനാരി ചുണ്ടൻ. അങ്ങനെ മൂന്ന് ജലചക്രവർത്തിമാരുടെ ജലരാജാക്കന്മാരുടെ തേരോട്ടത്തിനും പടയോട്ടത്തിനും ഉന്നമടക്കയിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ്. കുറച്ചു മുമ്പ് മഴയൊന്ന് ചാറിയെങ്കിലും അന്തരീക്ഷം വളരെ മേഘാവൃതമെല്ലാം മാറി അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ വിദേശികളും സ്വദേശികളുമായുള്ള ലക്ഷക്കണക്കിന് കാണികളാണ് 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവം കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. മാവേലി മന്നനെ വരവേൽക്കുന്നതിന് വേണ്ടി മലയാള മക്കളാകെ അണിഞ്ഞൊരുങ്ങുമ്പോൾ ഓണത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഈ കുറി നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് മാസം 22 ഇന്ന് ഓണത്തിന് ഏതാണ്ട് 4 ദിവസം മുന്നേ നടത്തുമ്പോഴത്തേക്ക് ആ ഓണത്തിന്റെ എല്ലാ ആവേശവും ആർപ്പുവിളികളും ആവേശ താളമായി മാറുകയാണ്. കുട്ടനാടിന്റെ ഹൃദയ താളമാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള വള്ളംകളികൾ കുട്ടനാടിൽ ചെറുതും വലുതുമായ വള്ളംകളികൾ നടക്കാറുണ്ട്. എത്രയോ വള്ളംകളികളാണ്. ഇത് കഴിഞ്ഞാൽ CBL ആണ്. 12ഓളം സ്ഥലങ്ങളിലാണ് CBL മത്സരം. ആ CBL മത്സരം എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഏറ്റവും കുറഞ്ഞ വേഗതയിൽ ഫിനിഷ് ചെയ്യുന്ന 9 ചുണ്ടൻ വള്ളങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ CBL നടക്കുന്നത്. ഇത് പറയുമ്പോഴത്തേക്ക് ആറാം ഹീറ്റ്സ് മത്സരം ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം ട്രക്കിൽ വള്ളമില്ല, രണ്ടാം ട്രക്കിൽ കരുവാറ്റ ചുണ്ടൻ, മൂന്നാം ട്രക്കിൽ ആലപ്പാട് ചുണ്ടൻ, നാലാം ട്രക്കിൽ ആനാരി. അങ്ങനെ 3 പഴമയുള്ള വള്ളങ്ങൾ കരുവാറ്റയും ആയാപറമ്പ് ചുണ്ടനും ആനാരിയും ഇതെല്ലാം അങ്ങ് ഒരു കരയുടെ അടുത്തടുത്ത കരകളിലുള്ള വള്ളമാണ്. കരുവാറ്റയുടെ അടുത്താണ് ആലപ്പാട് ചുണ്ടൻ, അതോടൊപ്പം തന്നെ ആനാരി ചുണ്ടൻ. അങ്ങനെ 3 ചുണ്ടൻ വള്ളങ്ങളും വളരെ മനോഹരമായി അതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുഴയെറിഞ്ഞ് കടന്നു വരുമ്പോൾ അത് നാലാം ട്രാക്കിലുള്ള ആനാരി ഒരൽപ്പം മുന്നിലാണ്. രണ്ടാം ട്രാക്കിലുള്ള ആലപ്പാടൻ തൊട്ട് പിറകിലായി കടന്നു വരുന്നു. രണ്ടാം ട്രാക്കിലുള്ള കരുവാറ്റ, അങ്ങനെ കരുവാറ്റയും ആലപ്പാടനും പിടിമുറുക്കുമ്പോഴത്തേക്ക് നാലാം ട്രാക്കിലുള്ള ആനാരി ഒരൽപ്പം മുന്നോട്ടൊന്ന് കുതിച്ചു വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച കാണികൾ ആവേശഭരിതമാകുകയാണ്. ആർപ്പുവിളികൾ ഉയരുകയാണ്. പുന്നമട കായലിന്റെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കാര്യമിന്റെ കരുത്തുള്ള കരിമാടി കുട്ടന്മാരുടെ കൈക്കരുത്തും മെയ്ക്കരുത്തും പ്രകടമാക്കുന്ന ആവേശഭരിതമായിട്ടുള്ള വള്ളംകളി. അത് നാലാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആനാരി മറ്റു വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പാഞ്ഞെത്തുന്ന കാഴ്ച കരിതാകം പോലെ കടന്നു വരികയാണ്. ചേറിപ്പാഞ്ഞ് കടന്നു വരികയാണ്. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ഈ ഇരു കരകളിലും അത്തപ്പൂക്കളമിട്ട വർണ്ണരാജികൾ വിരിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള വള്ളംകളി പ്രേമികൾ ആവേശഭരിതമായി അങ്ങനെ നയനങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിയിരിക്കുന്ന അതിമനോഹരമായ കാഴ്ച. രണ്ടാം ട്രാക്കിൽ കരുവാറ്റ ചുണ്ടൻ, മൂന്നാം ട്രാക്കിൽ ആലപ്പാട് ചുണ്ടൻ, നാലാം ട്രാക്കിൽ ആനാരി. അങ്ങനെ 3 ചുണ്ടങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞു വരികയാണ്. ചിറമുറി കഴിഞ്ഞിരിക്കുകയാണ്. ഫിനിഷിംഗ് ടച്ച് പുറത്തെടുക്കാൻ സമയമായിരിക്കുകയാണ്. 1, 2, 3 എന്തൊരു പാച്ചിലാണ്, എന്തൊരു തുഴയെറിച്ചിലാണ്, എന്തൊരു മനോഹാരിതയാണ്. ഇത് കാണികളുടെ നരമ്പുകളിൽ ആവേശത്തിന്റെ ആർപ്പുവിളികളും അലയൊളികളും ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാലാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആനാരിയും രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കരുവാറ്റയും തമ്മിൽ ഇതാ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആവേശകരമായിട്ടുള്ള ഹീറ്റ്സ് മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടം. അവസാന ഹീറ്റ്സ് മത്സരം നടക്കുന്നു. അവസാന ഹീറ്റ്സ് മത്സരം പുരോഗമിക്കുമ്പോൾ, അതായത് 6ാമത്തെ ഹീറ്റ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. 1ാമത്തെ ട്രാക്കിൽ മത്സരമില്ല. 2ാമത്തെ ട്രാക്കിൽ കരുവാറ്റ ചുണ്ടൻ GLC ബോട്ട് ക്ലബ്ബ് ചെറുതന,
മൂന്നാമത്തെ ട്രാക്കിൽ ആലപ്പാട് ചുണ്ടൻ സെന്റ് ജോൺസ് ബോട്ട് ക്ലബ്ബ് തെക്കേക്കര മങ്കൊമ്പ്. നാലാമത്തെ ട്രാക്കിൽ ആനാരി ബോട്ട് ക്ലബിന്റെ ആനാരിയാണ് നാലാമത്തെ ട്രാക്കിൽ. നമുക്ക് കാണാൻ കഴിയും ആനാരിയുടെ കൃത്യമായിട്ടുള്ള ലീഡ് ആദ്യ സമയങ്ങളിലുണ്ട്. ചിറമുറി കഴിഞ്ഞെത്തുമ്പോൾ ആനാരി കുതിക്കുന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത്. കരുവാറ്റയെയും ആലപ്പാടിനെയും ആലപ്പാടിനെയും കരുവാറ്റയെയും മറികടന്ന ആനാരിയുടെ കുതിപ്പാണ്. പക്ഷേ വേഗം പോലെ ആഞ്ഞു തുഴയെറിയ കരുവാറ്റയും ആലപ്പാടിനും ആഞ്ഞു തുഴയെറിയാൻ കഴിയുന്നില്ല. ആനാരി അല്പം കൂടി ആഞ്ഞു തുടങ്ങിയാൽ ഫൈനലിലേക്കുള്ള ഒരു ടൈം ഒപ്പിക്കാമെന്നുള്ളതാണ്. എന്നാലും ഈ സമയം എത്രമാത്രം മികവ് ഉണ്ടാക്കുമെന്നുള്ളത് സംശയകരമാണ്. ഇത് 6ാമത്തെ ഹീറ്റ്സ് ആണ്. ആവേശകരമായിട്ടുള്ള ചുണ്ടൻ വള്ളംകളി മത്സരങ്ങളുടെ 6 ഹീറ്റ്സുകൾ പൂർത്തിയാകാൻ പോകുന്നു. ഫൈനലിസ്റ്റുകൾ ആരൊക്കെ എന്നുള്ളതിൽ ഒരു വ്യക്തത വരാൻ പോകുന്നു. ഈ ഹീറ്റ്സ് കഴിഞ്ഞാൽ അറിയാം ആരൊക്കെയാണ് ആ ഫൈനലിൽ നെഹ്റു ട്രോഫി കിരീടത്തിനായി, നെഹ്റു ട്രോഫിയുടെ ആ വെള്ളിക്കപ്പിനായി പോരടിക്കാൻ പോകുന്ന ജലരാജാക്കന്മാർ 4 പേർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിൽ നിരണം ചുണ്ടനുണ്ടോ, അതിൽ നടുഭാഗമുണ്ടോ, അതിൽ ചെറുതരയുണ്ടോ, കാത്തിരിക്കാം. ജവഹർ തായങ്കിരി മറ്റൊരു 2ാം സ്ഥാനക്കാരനാണ്. തലവടി ചുണ്ടൻ മറ്റൊരു 2ാം സ്ഥാനക്കാരനാണ്. ഇതിൽ ആരൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ ഫൈനൽ 4ലേക്ക് എത്തുക എന്നുള്ളത്? ജവഹർ ലാൽ നെഹ്റുവിന്റെ പേരിലുള്ള ആ ട്രോഫി നേടാനായി, ആ വെള്ളിക്കിരീടം ഉയർത്താനായി കൈ ഉയർത്തി നിൽക്കുന്ന നെഹ്റുവിന്റെ പ്രതിഭയ്ക്ക് മുന്നിൽ ആ വെള്ളിക്കിരീടം ഉയർത്താൻ ആരെത്തുമെന്ന് കാത്തിരിക്കാം. എന്നാലും 6ാമത്തെ ഹീറ്റ്സ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. 6ാമത്തെ ഹീറ്റ്സിൽ മത്സരം പുരോഗമിക്കുമ്പോൾ 18ാമത്തെ നമ്പർ രജിസ്ട്രേഷനുള്ള ആലപ്പാട് ചുണ്ടൻ ട്രാക്ക് നമ്പർ 3യിൽ, ട്രാക്ക് നമ്പർ 2ൽ കരുവാറ്റ ചുണ്ടൻ GLC ബോട്ട് ക്ലബ്ബ് ചെറുതര. 4ാമത്തെ ട്രാക്കിൽ 6ാം നമ്പർ രജിസ്ട്രേഷനിൽ ആനാരിയാണ് നിലവിൽ കുതിക്കുന്നത്. വ്യക്തമായിട്ടുള്ള ഒരു ലീഡുണ്ട്. പക്ഷേ വേഗം അത് ഇമ്മിണി കുറവാണ് എന്ന് പറയണം. ആവേശം ഇമ്മിണി കുറവാണ് എന്ന് പറയണം. ആനാരിയാണ് ലീഡ് ചെയ്യുന്നത്. 6ാമത്തെ ഹീറ്റ്സിൽ മികച്ച സമയത്തിലേക്ക് എത്താൻ ആനാരിക്ക് കഴിയുമോ എന്ന് കാത്തിരിക്കാം. ഇപ്പോൾ തന്നെ സമയം ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വളരെ കരുത്തുറ്റ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ മെല്ലെ തുഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം. എന്നാലും 6ാമത്തെ ഹീറ്റ്സ് ആണ്. ആദ്യ ഹീറ്റിലെയും 3ാമത്തെ ഹീറ്റ്സിലെയും പോരാട്ടം അത് ത്രസിപ്പിക്കുന്നതായിരുന്നു. ആവേശം അത് ജലരാജാക്കന്മാരുടെ കണക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു അതിന്റെ ടൈമിങ്ങുകളെല്ലാം. ആ പോരാട്ട മികവിലേക്ക് പിന്നീടുള്ള ഹീറ്റുകൾക്ക് എത്താൻ കഴിഞ്ഞോ എന്നുള്ളത് സംശയകരമാണ്. എന്തായാലും നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ ഇതാ പുരോഗമിക്കുന്നു. അവസാനിക്കാൻ പോവുകയാണ്. ഇനി അവസാനത്തെ 400 മീറ്ററിലേക്ക് എത്തുകയാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി പോരാട്ടത്തിലെ അവസാന ഹീറ്റ്സ് പോരാട്ടത്തിൽ. വളരെ കൃത്യമായി ഒരു മത്സരം അവിടെ ഇല്ല. ആനാരി ലീഡ് എടുക്കുന്നുണ്ട്. ആനാരി തന്നെയാണ് മുന്നിൽ. ആനാരി ചുണ്ടൻ ഇതാ മുന്നിലേക്ക് പോകുന്നു. ആനാരി ബോട്ട് ക്ലബിന്റെ ABC എന്ന തുഴയിൽ ചുവന്ന അക്ഷരം കൊണ്ട് എഴുതി കറുത്ത ജേഴ്സി അണിഞ്ഞെത്തുന്ന ആനാരി 4ാമത്തെ ട്രാക്കിൽ വളരെ കൃത്യമായ ലീഡ് എടുത്തുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. നെഹ്റു ട്രോഫി ഹീറ്റ്സ് നമ്പർ 6ൽ 6ാമത്തെ ഹീറ്റ്സിൽ ആനാരിയുടെ കുതിപ്പാണ്, ആനാരിയുടെ ചുണ്ടാണ് ആ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞ് കടന്നു മുന്നേറാൻ പോകുന്നത്. കേറിവ ആനാരി ഇതാ ഫിനിഷിംഗ് വരെ കടക്കുന്നു. 1ാം സ്ഥാനവുമായി 6ാമത്തെ ഹീറ്റ്സിൽ ഹീറ്റ്സ് നമ്പർ 6ൽ ആനാരി ചുണ്ടൻ നേടുകയാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തുന്നതോടെ ആലപ്പാട് ചുണ്ടനാണ്. പക്ഷേ എപ്പോഴും പറയാതെ വയ്യ, പോരാ ഇനിയും വേണം മികവ്. ആദ്യ 4ലേക്ക് എത്തണമെങ്കിൽ ഇനിയും മികവ് വേണമെന്ന് അവർ ഓർക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ്. ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാകുന്നു. ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോരടിക്കുന്നത് ആരൊക്കെയായിരിക്കും ഫൈനലിലേക്കുള്ള പോരാട്ടത്തെ അണിനിരക്കുന്നത്? കാത്തിരിക്കാം. എന്താണെങ്കിലും ആനാരി ചുണ്ടൻ ഹീറ്റ്സ് നമ്പർ 6ൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഇതാ ആലപ്പാട് ചുണ്ടൻ 18ാം നമ്പർ രജിസ്ട്രേഷനിലുള്ള ആലപ്പാട് ചുണ്ടനാണ് 2ാം സ്ഥാനത്ത്. അങ്ങനെ ആനാരിയുടെ ഫിനിഷോടുകൂടി ഹീറ്റ്സിൽ ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടങ്ങൾ പൂർത്തിയാവുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാവുകയാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടമാണ്. ഫൈനലിലുള്ള കാഹളമുയരുകയാണ്. ഹീറ്റ്സ് പൂർത്തിയാവുന്നു. ഹീറ്റ്സ് ഇതാ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫൈനലാണ്, കലാശമാണ്, കൊട്ടിക്കലാശമാണ്. ആ കലാശത്തിൽ ആരുയർത്തും? ആരായിരിക്കും ചക്രവർത്തി? ഈ പുന്നമടയെ ഭരിക്കാൻ പോകുന്നത് ആരായിരിക്കും? കാത്തിരിക്കാം. ജലരാജാവ് ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം തേടി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.